നിങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ദൈവമായിരുന്നു. നിങ്ങൾ ജനിക്കുമ്പോൾ ദൈവമാണ്. പിന്നെ നിങ്ങൾ ചെകുത്താനായി മാറുന്നത് നമ്മുടെ എൻവയൺമെൻറ്റാണ്. നിങ്ങൾക്ക് പൂർണ്ണമായ ദൈവികമായതുണ്ട്. കാരണം അതുകൊണ്ടാണ് ക്ഷേത്രം നിങ്ങളിലുണ്ടെന്ന് പറയുന്നത്. അത് ഒരു ഗുരുവിന് പരിപോഷിപ്പിക്കാൻ പറ്റും. യഥാർത്ഥ ഗുരുവാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകും, ഉറപ്പാണ്. നിങ്ങൾ യഥാർത്ഥ ഗുരുവിൻ്റെ അടുത്ത് എത്തിപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഗുരു കൂട്ടിക്കൊണ്ടുപോകും, ഉറപ്പാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഗുഹയിലാണ് യഥാർത്ഥത്തിൽ ഗുരു ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ ഗുഹയിലാണ് യഥാർത്ഥ ഗുരു ഇരിക്കുന്നത്. ആ ഗുരുവിനെ കണ്ടെത്തണമെന്ന് മാത്രം. ശരിക്കും ഈ ഗുഹയിലാണ് യഥാർത്ഥത്തിൽ ഗുരു ഇരിക്കുന്നത്. ആജ്ഞാചക്രത്തിൻ്റെ ഗുഹ എന്ന് പറയുന്ന, ഒരു പക്ഷേ പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒഴിഞ്ഞ ഒരു സ്ഥലമുണ്ട് ഇതിൻ്റെ നടുക്ക്. അവിടെ യഥാർത്ഥത്തിൽ ഒരു ഗുരു ഉണ്ടെന്നറിയുക. അതാണ് ആജ്ഞാചക്രത്തിലാണ് ഗുരു ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേദങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ചിലപ്പോൾ. ആ ഗുരു നിങ്ങളുടെ ഹൃദയ കമലത്തിലുണ്ട്, വ്യക്തിയുടെ. ആ വ്യക്തി സ്വാധിഷ്ഠാനം മുതൽ, നമ്മുടെ മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനത്തിലൂടെ കടന്ന് നമ്മുടെ ചക്രം ഭേദിക്കുന്ന സമയത്ത് ഈ ഗുരു ഇങ്ങോട്ട് കണക്ഷൻ ആവും. ആ ഗുരു എന്ന് പറയുന്ന സത്യത്തിൽ നിങ്ങളുടെ ശക്തിയാണ്. അതാണ് സംഭവം. അതിനെ എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത് ഒരു ഗുരുവിനെ, കൃത്യമായ ഒരു ഗുരുവിനെ, പക്വമായ ഒരു ഗുരുവിനെ കണ്ടെത്തുന്നതാണ്. താടി നീട്ടിയത് കൊണ്ടും മുടി നീട്ടിയത് കൊണ്ടും ഗുരു ആവില്ല, മുടി ഇല്ലാത്തത് കൊണ്ടും ഗുരു ആവില്ല. ഗുരു എന്ന് പറയുന്നത്, ഞാൻ അതിൻ്റെ ഡെഫിനിഷൻ കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ട്, ജഡമാകുന്ന ശരീരത്തിൻ്റെ നിസ്സാരതയെ നല്ലപോലെ മനസ്സിലാക്കി അഹംഭാവം വിടണം, ആത്മപ്രഭാവം പൂകിയവനായിരിക്കണം. അങ്ങനെ ആത്മപ്രഭാവം പൂകിയവനാണെന്ന് ഗുരു സാമീപ്യത്തിൽ നിന്നാണ് നിങ്ങൾ അറിയേണ്ടത്. ഞാനും നിങ്ങളും തമ്മിൽ വളരെ ദൂരമുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഹൃദയം അടുത്തു വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിനെ കണ്ടെത്താൻ കഴിയും. ദൂരെ നിന്ന് ഒരു ഗുരുവിനെയും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല.